സിനിമയിലെ കഥാപാത്രങ്ങൾ തമ്മിലാണ് അങ്ങോട്ട് കളിയാക്കുന്നത്. പക്ഷെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കണം. നമ്മൾ ആക്ഷേപഹാസ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷൻ ഒക്കെ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തമാശ. ഇപ്പൊ തന്നെ ഞങ്ങള് തമാശ പറഞ്ഞു ഇല്ലേ? നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയത് ഞങ്ങൾ ഒരു മറയില്ലാതെ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോഴല്ലേ അതില് നർമ്മങ്ങൾ. ഇപ്പൊ നമ്മുടെ മേട്ടെടുത്തു അച്ഛനായിട്ട്, എന്റെ അച്ഛനായിട്ട് ഞങ്ങള് തമാശക്ക് പറഞ്ഞ ചിലപ്പോ സിനിമയിൽ നാളെ പറയാൻ പറ്റൂല. ഞാൻ ഇങ്ങനെ തന്നെ ചെറുപ്പമായിട്ട് ഇരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ ജോണി ചിലപ്പോ ഇതാ. മാത്രമല്ല ഞാനൊരു കാര്യം പറയാം, ഞാൻ സിദ്ദിഖയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാ കമാര സംഭവത്തിൽ. എന്റെ മോനാണ്. ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല സിദ്ദിഖ് എന്റെ മോനായിട്ട് അഭിനയിക്കുന്നു ഇല്ലേ? ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി അച്ഛന്റെ മോനാവും, അച്ഛനാവുന്നു എന്ന് പറയുന്ന സംഭവം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നെ തമാശ ഇവിടെ ഞങ്ങൾ ഒന്നും നോക്കണ്ട പറയണേ. ഡയറക്റ്റ് ആണെന്നുണ്ടല്ലേ പറഞ്ഞത്. മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ലിസ്റ്റിൻ പറഞ്ഞു മുടിയൊക്കെ ഇങ്ങനെ പറന്നു പോകും മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിന്നെയാണ് മുടിയൊക്കെ ചെന്ന് ശരിയാക്കുന്നത്. ഉടനെ ദിലീപന്റെ അടുത്ത് ഇക്കാക്ക് പിന്നെ ആ ടെൻഷൻ ഇല്ലല്ലോ അല്ലേ? അതെനിക്കും തമാശയാണ്. അല്ലാതെ ഉടനെ തന്നെ ഞാൻ അതെന്നെ ബോഡി ഷെയിം ചെയ്തതാണല്ലേ നീ, അങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ല. അത് അങ്ങനെയൊക്കെ അല്ലേ തമാശകൾ ഉണ്ടാവുന്നത്. അതില് ഞങ്ങളുടെ സിറ്റുവേഷനിൽ എന്ത് പറയാൻ തോന്നുന്നു അതങ്ങോട്ട് പറയാ, അല്ലാണ്ട് അത് എടുത്തു മാറ്റി. കാരണം ചില സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് കയറി പറഞ്ഞാൽ ആ തമാശ ഇവിടെ പറയാൻ പറ്റുള്ളൂ. അത് തമാശ ആവുന്ന ഒരു രണ്ടാമത്തെ വിഷയമാണ്. പറയേണ്ട കാര്യം ടൈമിങ്ങിന് അപ്പൊ അത് വീഴുന്നത്. ഏത് വിപരീത സാഹചര്യത്തിലും തമാശ കറക്റ്റ് പ്ലേസ്മെന്റ് നോക്കി പറയുന്ന ആൾക്കാരാണ് ഇരിക്കുന്ന രണ്ടുപേരും. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ വെച്ച് നമ്മൾ ഓർക്കാം, നമ്മൾ ചിരിച്ചു പോകും. എത്ര കുഴപ്പം പിടിച്ച സിറ്റുവേഷനിലാണേലും നമ്മൾ പോടും. സെലിംകുമാർ ഇവരൊക്കെ ആ ഒരു നമുക്കറിയാം വരുന്നുണ്ട്. നമ്മളോർക്കും ഇതിപ്പോ ഭയങ്കര ദുരന്തം അല്ലെങ്കിൽ ദുരിതം നടക്കുന്ന സ്ഥലമാണെങ്കിലും പുള്ളിക്ക് അവിടെ വെച്ച് കാര്യം തോന്നി അപ്പം പറയും. അത് നമുക്ക് തോന്നിയ കാര്യമായിരിക്കും, അല്ലെ നമുക്ക് പറയണമെന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എവിടെ ഒന്ന് പഠിക്കുമ്പോഴായിരിക്കും കറക്റ്റ് സമയത്ത് അടിക്കും. വാത്സല്യം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റ് വന്നിട്ട് മമ്മൂക്കടുത്തൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞു. ഒരു സീൻ കഴിഞ്ഞു. മമ്മൂക്കാക്ക് അതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉള്ള ആളാണ്. സീൻ നടക്കുമ്പോഴെടുത്തോളം ഫോട്ടോ, അല്ലാതെ പിന്നെ അങ്ങനെ പോസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതൊരു അസിസ്റ്റന്റാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ. അവൻ വന്നിട്ട് സാർ ഒരു സ്റ്റിൽ. മമ്മൂക്കാക്ക് ദേഷ്യം വന്നു, ഇവനാരാണ് സ്റ്റില്ല് പറയാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവനേതാണ് ഈ പയ്യൻ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എവിടെ, അയാളെവിടെ എന്ന് ചോദിച്ചു മമ്മൂക്ക. അപ്പോൾ അയാൾ ശബരിമലയ്ക്ക് പോയതാണ്. ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടില്ല. വലിയ ഇഷ്യൂ ആയി. അവനോട് വരാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞാണ് അവനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വെക്കേണ്ടത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ. മമ്മൂക്കാക്ക് ഭയങ്കര ദേഷ്യം വന്നു പെട്ടെന്ന്. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ശബരിമലയ്ക്ക് പോകും. മമ്മൂക്ക പറഞ്ഞു എന്തിനാണ് ശബരിമലയ്ക്ക് പോകണത്? ഇന്നലെ ശബരിമല നട അടച്ചതാണല്ലോ, പിന്നെ അവനവിടെ ശബരിമലയ്ക്ക് പോകണത്? കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഹനീഫ്ക്കൊക്കെ മിണ്ടാതെ നിൽക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഈ നട അടച്ചപ്പോൾ അവൻ അതിൻ്റെ അകത്തായി പോയിട്ടുണ്ടാവില്ല. അതോടെ ആ സിറ്റുവേഷൻ മാറി. എല്ലാവരും ചിരിച്ചറിഞ്ഞു. നമുക്ക് എന്നെ മാറ്റി എടുത്തിട്ട് ഞാനൊന്ന് ബിൽഡപ്പ് ചെയ്ത് അപ്പൊ ചിലപ്പോ ചില തമാശകൾ അത് അപ്പം പറഞ്ഞില്ലെങ്കിൽ അത് തമാശയില്ല.